ടാറ്റാ. ഓഹോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്നത് അപ്പാച്ചെ RTR 310 ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നു, പക്ഷേ അത് ചെറിയൊരു വാക്ക് അറൗണ്ട് പോലെയായിരുന്നു. പക്ഷേ ഇത് നമ്മളൊരു റൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. ഇന്ന് ടൗണിൽ കൂടെ ഒന്ന് ഓടിക്കാൻ പോകണം. ഈ വണ്ടീനെ അഴിച്ചു വിട്ട വണ്ടിയാണ്. ഏകദേശം 5000 കിലോമീറ്ററോളം ഓടി നമ്മുടെ ഷോറൂമിലെ വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. അപ്പോൾ പലരായിട്ട് ഓടിച്ച് ഇതിൻ്റെ എല്ലാ മോഡുകളും അഴിഞ്ഞ് സൂപ്പർ മോട്ടോ മോഡ് വരെ അഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ടെസ്റ്റ് റണ്ണൊക്കെ ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ RR 310 വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഓടിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്കൊന്നും പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിനി ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. ഓടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവൻ്റെ മീറ്റർ കൺസോളിലോട്ടൊന്ന് നോക്കാം. മീറ്റർ കൺസോളിൽ എല്ലാ മോഡും കഴിഞ്ഞു കേട്ടോ. റൈഡിംഗ് മോഡ് നോക്കുകയാണെങ്കിൽ അർബൻ, റെയിന്, സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ മോഡ് വരെ ഉണ്ട്. അതുവരെ ഓണായിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ 5000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാ മോഡും ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അർബനിൽ തന്നെ അകത്ത് ഇടാം. അതുപോലെ പ്രിഫറൻസ് നോക്കുവാണെങ്കിൽ ഡൈനാമിക് ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. മാനുവലിൽ വേണേൽ സെറ്റ് ചെയ്യാം. DRൽ വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കാണ്, അത് ഓഫാക്കാം. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഓണാണ്, ഓഫാക്കാനുള്ള ഓപ്ഷനുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഓണാണ്, ഓഫാക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം എന്താ പറയുക, അഴിഞ്ഞൊരു വണ്ടിയാണ്. 5117 കിലോമീറ്റർ ഓടി, 62 കിലോമീറ്റർ കൂടെ ഓടുന്ന റേഞ്ച് കാണിക്കുന്നുണ്ട്. മൈലേജ് ഇത് അത്ര എണ്ണേ ഉള്ളൂ. ടോപ്പ് സ്പീഡ് 164 കയറിയിട്ടുണ്ട് കേട്ടോ, ആരോ കയറ്റിയിട്ടുണ്ട്. ആവറേജ് മൈലേജ് 22 കാണിക്കുന്നത്. പലരായിട്ട് മാറി മാറി ഉപയോഗിക്കുന്ന വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞെക്കിയിട്ട് മോഡ് മാറ്റാം. റെയിന്, സ്പോർട്ട്, മോഡ് മാറുന്നതനുസരിച്ചുണ്ട്. ഇൻ്റർഫേസ് ചേഞ്ച് ആണ്. ട്രാക്ക് വന്നു. അടുത്ത മോഡ് സൂപ്പർ മോട്ടോ മോഡ്. സൂപ്പർ മോട്ടോ മോഡിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ RR 310 ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ വെയിറ്റ് പറഞ്ഞതിൽ ചെറിയൊരു അപാകത പറ്റിപ്പോയി, മാറിപ്പോയി. അതിന് 169 കിലോ എന്നാണ് പറഞ്ഞത് കറു വെയിറ്റ്. അതിനല്ല 169, ഇതിനാണ് 169, അതിന് 174 കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ള വണ്ടി. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ട് ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ. ഇതാണ് കുറച്ചുകൂടി സ്മൂത്തെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. മറ്റേ വണ്ടിയാണ് സ്മൂത്തെന്ന് ആ വണ്ടി റിവ്യൂ ചെയ്തപ്പോൾ തോന്നി. പക്ഷേ ഈ വണ്ടി ഒന്നുകൂടെ എടുത്തപ്പോൾ ഇത്ര 5000 കിലോമീറ്റർ ഓടി വണ്ടിയാണല്ലോ. അപ്പോൾ ഇതെടുക്കുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ഇതായിട്ടാണ് തോന്നുന്നത്. ഹായ്, ഒരു ഇൻ്റർസെപ്റ്ററിലേ പോയത്. തിരിക്കട്ടെ. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇത് ഇന്നലെയാണ് കേട്ടോ ഞാൻ RR 310 വീഡിയോ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ദിവസം, തലേദിവസം. അപ്പോൾ RR 310 ഓടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എനിക്കിത് ഓടിക്കേണ്ട അവസരം കിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഞാനൊരു കുഴിക്കാതിരിക്കുന്ന പോലെ നല്ല സുഖമായിട്ട് കേട്ടോ. ഫ്ലാറ്റ് ഫുഡാണ്, നൈസായിട്ട് കാല് കുത്താം. മറ്റേ പോലെ കമന്ന് കിടക്കണ്ട, അപ്പ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം. ഒരു കൊച്ചു വണ്ടി ഓടിക്കുന്ന ഫീലാണ്. എന്താ പറയുക, കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടപ്പെട്ട. സോ പൊതുവെ എനിക്ക് നേക്കഡ് വണ്ടി ഇഷ്ടമല്ല, ഫേഡ് വണ്ടി ഇഷ്ടം. പക്ഷേ RR 310 RTR കേസിൽ എനിക്ക് RTR ആണ് ഇഷ്ടം. നൈസാണ് കേട്ടോ. ചുമ്മാ കൈ കൊടുത്ത് നോക്കാം. സിക്സ്ത് ഗിയറൊക്കെ കഴിഞ്ഞായിരുന്നു. ഇത് അർബനിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തത്. നമുക്കിനി തിരിച്ച് അങ്ങോട്ട് സൂപ്പർ മോട്ടോ മോഡിൽ. ഇതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 35 PS ആണ് കേട്ടോ. പുതിയ RR 310 2025 38ഉം 29 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. ഇതിന് 35 PS-ഉം 27 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. പിന്നെ ഇതിന് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതായത് എന്താ പറയുക, മോഡുകൾ വ്യത്യാസം. അർബൻ ട്രെയിനിലൊക്കെ പവർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് 28, 27 കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തെന്ന് വെച്ചാൽ പിടിച്ച് വെക്കുന്നുണ്ട്. അഴിച്ചു വിടുന്ന ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മോട്ടോയിലാണ്. സൂപ്പർ മോട്ടോയിട്ട് നമുക്ക് ഓടിക്കാൻ ഇതുവരെ അവസരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ സൂപ്പർ മോട്ടോയിലിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരക്കൊന്നുമില്ല. വണ്ടി ഇവിടെ ഒന്ന് ഇടട്ടെ, ന്യൂട്രലിട്ടെ, മോഡ് സെറ്റ് ചെയ്യാം. അർബൻ, ക്ലോസ് ത്രോട്ടിൽ ത്രോട്ടിൽ പിടിച്ചിട്ടില്ല. സ്പോർട്ട്, ട്രാക്ക്. ഇതാണ് സൂപ്പർ മോട്ടോ മോഡ്. സൂപ്പർ മോട്ടോ മോഡിലിട്ടിട്ട് നമ്മൾ എടുക്കാൻ പോകണം. ഫസ്റ്റ് 1 2 3 സ്റ്റാർട്ട്. കണ്ണടിക്കാത്ത നോക്കട്ടെ വണ്ടി വല്ലതും ഉണ്ടോ. വണ്ടിയൊന്നുമില്ല. ഫ്രണ്ടൊക്കെ പോയി പോകുന്നു. സൂപ്പർ മോട്ടോ മോഡ് മാരകമാണ് ഗായ്സ്. ബ്രേക്കൊക്കെ അടിപൊളി കേട്ടോ. ബ്രേക്കിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ മോട്ടോയിൽ ഫ്രണ്ടൊക്കെ പോയി കേട്ടോ.
പവർ വീലി കൈ കൊടുത്തപ്പോഴേ വീലിയിലൊക്കെയാണ് വണ്ടി പോകുന്നത്. വെറുതെ അല്ല വീലി കൺട്രോളും സ്റ്റോപ്പി കൺട്രോളൊക്കെ കൊടുത്തത്, നന്നായി. അതുകൊണ്ടൊക്കെ ഉപകാരമുണ്ട് കേട്ടോ. അയ്യോ, നമുക്ക് തിരിച്ച് സ്പോർട്സ് മോഡിലിട്ട് അങ്ങോട്ട് എടുക്കാം. നാട്ടുകാരെല്ലാം കണ്ടാൽ പറയും കഴപ്പ് കൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇനി തിരിക്കാം. നമുക്ക് ഈ 2-3 മോഡ് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. സ്പോർട്സ് വേണ്ട, നമുക്ക് ട്രാക്ക് ഇട്ട് നോക്കാം. ട്രാക്ക് അടിക്കാം. ട്രാക്ക് അടിക്കണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റാം. ഞെക്കിയിട്ട് മാറുന്നതിലും അത് ഇങ്ങനെ മാറ്റുന്നതല്ല. ട്രാക്ക് മോഡ് ട്രാക്കിലിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ട്രാക്കിൽ ഫ്രണ്ട് പോകുമായിരിക്കും. നീ കുതിരനോട് ചാടാൻ വെച്ചേക്കുന്നതാണ്. അത് ശരിയായില്ല, അത് പാടിപ്പോയി. അത് വണ്ടി ഒന്ന് ചാടി കൊണ്ട് കയ്യിൽ നിന്ന് പോയി. ഫ്രണ്ട് പോകുന്നുള്ള പേടിയായിരുന്നു. നൈസായിട്ട് എടുക്കാം. അധികം അക്രമം കാണിക്കുന്നില്ല. വണ്ടി ഒരു 50 ഗിയറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ 100 കടക്കുന്നുണ്ട്. ഇതാരോ നല്ല ടോപ്പ് സ്പീഡ് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റിവ്യൂവേഴ്സ് എല്ലാം കൊണ്ടുവന്ന വണ്ടിയാണ് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിൽ ഷോറൂമിൽ വന്നാൽ മതി. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ അവൈലബിൾ ആണ്. ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാട്ടോ. RTR RRനെക്കാട്ടും എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടത് ഇതിലിരിക്കാൻ തന്നെ നല്ല കംഫർട്ടാണ്. നൈസായിട്ട് ഇരിക്കാം, ഭയങ്കര റിലാക്സ് ചെയ്ത്. സിറ്റി ആണെങ്കിലും ലോങ് ഡ്രൈവിലാണെങ്കിലും അടിപൊളിയായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നത്. അതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും പൊളിയാണ്. ഇതാണ് കുറച്ചുകൂടെ നൈസ്. കാരണം മറ്റേത് ആ ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്ര ഒരു ഹെവി വണ്ടി, അത് ഇച്ചിരി ഒരു വലിയ വണ്ടി ഓടിക്കുന്ന പോലെ തോന്നും. പക്ഷേ വേറൊരു ഫീലാണത്. അതൊരു എന്താ പറയുക, ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു സൈക്കിൾ ലൈക്ക് ഫീലിംഗ് ആണ്. ഇനി നമുക്ക് തിരിച്ച് സ്പോർട്സ് മോഡിലിട്ട് ഒരു അംഗം കൂടെ വെട്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിനൊന്ന് ഓടിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാം. അതിവിടെ നിർത്തട്ടെ. സൂപ്പർ മോട്ടോ. അതെന്താ പോയത്? RC ആണോ പോയത്? സ്പോർട്സിലിടാം. പയ്യെ നിർത്തിയെടുക്കാം. കൊള്ളാം. എല്ലാ മോഡിലും ആവശ്യത്തിന് പവർ ഉണ്ട് കേട്ടോ. സൂപ്പർ മോട്ടോ മാറും നിങ്ങൾ പോവുക കയ്യിൽ. നമ്മൾ ഇത്രയും ദിവസം ഓടിക്കാതിരുന്ന ഒരു വണ്ടിയാണ്. മീൻസ് നമ്മൾ സ്ഥിരം ഓടിക്കുന്ന വണ്ടി അല്ലാണ്ട് നമ്മൾ പെട്ടെന്നൊരു വണ്ടി കയറിയിട്ട് അത് ഒറ്റ പിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കണമെന്നില്ല. അത് ഏത് വണ്ടിയാണെങ്കിലും. അപ്പോൾ ഏതൊക്കെ വണ്ടി ഓടിച്ച് നോക്കുന്ന ആളാന്ന് പറഞ്ഞാലും നമ്മൾ പരിചയമില്ലാത്തൊരു വണ്ടി ഓടിക്കുമ്പോൾ അധികം അക്രമമൊന്നും കാണിക്കാൻ പോയാൽ നമ്മൾ കുറച്ച് നേരം മയത്തിലൊക്കെ ഓടിച്ച് നമ്മളായിട്ട് സെറ്റായതിന് ശേഷമേ നമ്മൾ കൈ കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അളക്കാനോ പോവുള്ളൂ. പലർക്കും പറ്റുന്ന കേസ് അതാണ്. ഇപ്പം പല ഹൈ എൻഡ് വണ്ടികൾ ആ ഓടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ത്രില്ലിങ് കാരണം ആ വണ്ടി എന്താണെന്ന് പോലും അറിയാണ്ട് നേരെ കയറിയിട്ട് ഒറ്റ കൊടുക്കും. അപ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോവും, ആകെ മൊത്തം പണിയാവും. ഞാൻ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പം നമ്മൾ ഓടിച്ചിട്ടുള്ള വണ്ടിയാണെങ്കിലും നമ്മളിപ്പോൾ കുറേ നാൾ ഓടിക്കാതിരുന്നിട്ട് എടുക്കുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ എടുക്കാറുള്ളൂ. ഞാനതാണ് വലിയ അക്രമ രീതിയിലൊന്നും അല്ല എടുത്തത്. എനിക്കും ആ ഒരു കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ആ ഒരു പേടിയോട് കൂടിയൊക്കെയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പരിചയമില്ലാത്ത വണ്ടീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു മനോഭാവത്തിലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഇത്രയും പേര് റഫായിട്ട് പലരും പല ആൾക്കാരാണ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഈ വണ്ടി അലഞ്ഞ് അങ്ങ് നശിച്ചു പോയിട്ടില്ല. ഈ വണ്ടിയുടെ സൗണ്ട് ആയിക്കോട്ടെ, ഓടിക്കാനുള്ള സുഖം ആയിക്കോട്ടെ, ഒന്നും പോയിട്ടില്ല കേട്ടോ. വളരെ സ്മൂത്താണ്, നൈസാണ്. ഇതിൻ്റെ സസ്പെൻഷൻ പാർട്ട് ആയിക്കോട്ടെ, ബ്രേക്കിംഗ് ആയിക്കോട്ടെ. ആകെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ സീറ്റിനൊരു ഇളക്കം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഇളക്കം. അതല്ലാണ്ട് എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് വേറെ അരോചകമായിട്ടൊന്നും തോന്നില്ല. നല്ല സുഖമാണ്. ഇന്നലെ ഞാൻ ഓടിച്ച ഏറ്റവും പുതിയ 2025 RR 310 ഓടിക്കാൻ സുഖം എനിക്ക് ഈ വണ്ടിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും ഓടിയ ഈ വണ്ടിയിൽ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇന്നും മൺഡേ ആണല്ലോ, സിറ്റി കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കും തിരക്കും ആയിരിക്കും, അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് അതിലേ പോകാമല്ലോ എന്ന് ഓർത്തത്. ഞാൻ ഈ ഫസ്റ്റ് ടൈം ഈ വണ്ടി റിവ്യൂ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നോ ഈ ഒരു വണ്ടിയുടെ ഫീലും കാര്യങ്ങളും അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി. അന്ന് എനിക്ക് അധികം ഓടിക്കാനൊന്നും പറ്റിയിട്ടില്ല, അന്ന് ഈ സൂപ്പർ മോട്ടോ മോഡൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇത്രയും കിലോമീറ്റർ 5000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, ആ ഒരു പുതുമ എനിക്ക് കിട്ടുന്നുണ്ട്. നൈസായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്, വളരെ സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇതിനൊരു അപ്ഡേറ്റ് ഇനി കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനിലായിരിക്കും. ഇനി നമ്മുടെ RR കൊടുത്ത പോലെ ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് അപ്പ് ചെയ്യുമായിരിക്കും, ഒരു 38 PS കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ 35 അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു RTR ആയിട്ട് ഇതിനെ ഇറക്കാനായിരിക്കും ചാൻസ്. അതല്ലാണ്ട് ഇനി ഇതിലെന്താണ് ഫീച്ചർ കൊണ്ടുവരാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിലില്ലാത്തതായിട്ടൊന്നുമില്ല. ഇത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 300cc സിംഗിൾ സിലിണ്ടർ ബൈക്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 10-25 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ബൈക്കിലുള്ള ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ച ഒരു വണ്ടിയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ തിരിച്ചു വന്നതിന് വേറെ ഉദ്ദേശം കൂടെ ഉണ്ട്. നമുക്ക് ഈ ബൈപ്പാസിൽ കൂടെ ഒന്നുകൂടെ ഓടിക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു, പക്ഷേ തിരക്കായിപ്പോയി. ഈ പിള്ളേർ നോക്കുന്നുണ്ടല്ലോ, ലൈറ്റ് അടിച്ച് കാണിക്കാം. വലുതാകുമ്പോൾ ഇതുപോലെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കണ്ടേ? ഹായ് ടാറ്റാ. ഓഹോ, മാനഹാനി സംഭവിച്ചല്ലോ ഗായ്സ്. ഹിമാലയനല്ലേ ആ പോയത്? നമ്മൾ അർബൻ മോഡിലാടാ, സൂപ്പർ മോട്ടോ മാറ്റാൻ സമയം എന്താടാ? അർബനല്ലായിരുന്നു, സ്പോർട്സ് മോഡിലായിരുന്നു. ഞാനും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ, കാറൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ കൊതിച്ചിട്ടുണ്ട് ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ. ചെറിയൊരു റേസ് കഴിഞ്ഞൊരു ഫീല്. ഷോറൂമിൽ വണ്ടി വേണ്ട, സ്വന്തം വണ്ടി തന്നെ കാണിക്കായിരുന്നു. ഞാൻ തോറ്റു കൊടുത്താൻ. അത്യാവശ്യം നല്ല ഗട്ടറുള്ളൊരു പാലമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. ഇത് ചാടിച്ച് നോക്കാം, ഒരു സീനും ഇല്ല. നല്ല സോഫ്റ്റ് ആട്ടോ, പതുന്നുള്ള സസ്പെൻഷൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പോകുമായിരുന്നെങ്കിൽ അങ്ങനെ ആ സൈഡിൽ കൂടെ പോകും തോന്നും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാം. ഈ വണ്ടി പോകുമ്പോൾ അത്യാവശ്യം നോട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. RR പോയേക്കാട്ടും നോട്ടം കിട്ടുന്ന ഇത്തേ പോയപ്പോഴാണ്. RR പോയപ്പോൾ അത്ര അധികം ആൾക്കാർ നോക്കിയില്ല, പക്ഷേ ഇത്തേ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട്. എന്തോ ഒരു ജീവി പോകുന്ന പോലെ, ഒരു സ്പേസിലൊക്കെ വന്ന ഒരു ജീവി പോകുന്ന പോലെ, ഒരു ഏലിയൻ അങ്ങനത്തെ ടൈപ്പ് ഒരു ലുക്കാണല്ലോ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ ഇത്തയിൽ പോകുമ്പോഴാണ് കൂടുതലും ഓഡിയൻസ് ഫോൾ കൂടുതലും കിട്ടുന്നത്. ഞാൻ ഈ വണ്ടിയായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവൻ്റെ മൈൻഡ് 2 വണ്ടിയാണുള്ളത്, ഒന്ന് D250 ഈ വണ്ടിയും. 390 വേണ്ടാന്ന് ചോദിച്ചു. കാരണം ഒന്നാമത്തെ കേസ് ഭയങ്കര പ്രൈസും, പിന്നെ അതിൻ്റെ എന്താ പറയുക ഓവറായിട്ടുള്ള പവർ, അത്രയും പവറല്ല വേണ്ടത്, കുറച്ച് കംഫർട്ടും വേണം, പവറും വേണം, എല്ലാം കൂടെ ചേർന്നൊരു വണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയനും ഇതേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനിയനും D250 അല്ലെങ്കിൽ ഈ വണ്ടി, ഇതിലേത് വേണമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ആ പുതിയ D250 ബ്ലാക്ക്, അതിൻ്റെ കളർ കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അത് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എടുത്തങ്ങ് ഓടിച്ചാൽ. അപ്പോൾ ഞങ്ങൾ മറ്റേ ടോസ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മളേതെടുക്കുമെന്ന് ഓർത്തത്. അപ്പോൾ അതേ ചോദ്യം തന്നെ കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ അവൻ ഇന്നലെ ഞാൻ RR ഓടിക്കാൻ കൊടുത്തായിരുന്നു, RRൻ്റെ റിവ്യൂ എടുത്തപ്പോൾ. അവൻ RR ഓടിച്ചപ്പോഴത്തേക്കും അവന് എന്താണെന്ന് വെച്ചാൽ ഒരു ബിഗിനറായിട്ട് വന്ന ഒരാളാണ്. പക്ഷേ ബിഗിനർ എന്ന് പറയാനും പറ്റത്തില്ല, അവൻ NS 200 വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് ഉപയോഗിച്ച ഒരാളാണ്. അപ്പം NSൽ അക്രമം കാണിച്ച് അതിനുശേഷം ഒരു RC 200 എടുത്തു. അപ്പം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. പക്ഷെ അവൻ ആ ഒരു ഫേഡായിട്ടുള്ള RR കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഇച്ചിരി പാടാണെന്ന് പറഞ്ഞു ഓടിക്കാൻ. ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ അവൻ എന്തോ പോലെയാണ്, ഫസ്റ്റ് ടൈം RR ഓടിക്കുന്നത്. അപ്പോൾ അവനൊരു കൈ നിൽക്കുന്നില്ല, കയ്യിൽ പോകുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് ഓടിച്ചിട്ടില്ല, ഇതൊന്ന് ഓടിക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇത് കൊണ്ടുതരാം, ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ സൂപ്പർ മോട്ടോ മോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നിനക്കും കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തോട്ടാണ് പോണേ. എനിക്ക് വന്നത് ഈ ഒരു വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും മച്ചാന് ഇത് മിക്കവാറും എടുക്കും, ഇത് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഇത് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ഇത്ര നേരം ഇത് ഓടിച്ച് നല്ലതായിട്ട് ഇങ്ങനെ സുഖിച്ച് നടക്കുമായിരുന്നു. നല്ല സുഖം, ഇരിക്കാനാണ് സുഖം കേട്ടോ. ഇതുകൊണ്ട് ഇതിങ്ങനെ പയ്യാൻ പോകാം. ഇത് 60 ഗിയറിലുണ്ട്, ഒരു 38, 35 ചെയിൻ നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് നൈസായിട്ട് നമ്മൾ സിറ്റിയിൽ കൂടെ സാധാരണ ഒരു കമ്പ്യൂട്ടർ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകത്തില്ലേ, അങ്ങനെ ഒരു സുഖത്തിൽ പോകാം. ഞാൻ ഇങ്ങനെയൊക്കെ ഇത് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് പോലെ ചെയ്ത് പിന്നെ ഒന്ന് ഓടിച്ച് കാണിക്കുകയല്ലേ ചെയ്തോളൂ. പക്ഷെ ഇതുപോലെ ഇത്ര നേരം ഓടിക്കാൻ കിട്ടുന്ന ഇപ്പോഴാണ്. നല്ല സുഖിച്ചിരുന്ന് പോവാം, നൈസാണ്. ഒരു ഡെയിലി ലൈഫിലും ടൂററായിട്ടും
അതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഗുണമെന്ന് വെച്ചാൽ ഇത് 2 പേർക്കും കംഫർട്ട് വരും, പില്യണും റൈഡർക്കും. ഇതിൻ്റെ ബാക്കിൽ പില്യൺ സീറ്റ് ആണെന്നുള്ളതാണല്ലോ, പില്യണും കംഫർട്ട് കൊടുക്കും. RR-നോട്ട് പോകുമ്പോൾ പില്യൺ എന്ന് പറഞ്ഞൊരു പേരിനൊരു സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് പില്യൺ യാതൊരുവിധ കംഫർട്ടും ഇല്ല. നമുക്കൊരു കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട്, ഹമ്പ് ചാടി കഴിയുമ്പോൾ പില്യനെ തപ്പി തിരിച്ചു കൊണ്ടുവരും. ശരിയാണ്, പില്യനെ തപ്പി പോകേണ്ടി വരും, പില്യന് പിടിക്കാൻ പോലും സ്ഥലമല്ല. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ചുകൂടെ 2 പേർക്കും, കോ ഡ്രൈവർക്കും ഡ്രൈവർക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണത്. നമ്മളെല്ലാ വീഡിയോയിലും ഇതേ ലൊക്കേഷനൊക്കെ തന്നെ കേട്ടോ, നമ്മുടെ സിറ്റിയിൽ ഇതൊക്കെ തന്നെ സ്ഥലമുള്ളൂ. നമുക്കിവിടെ വേറെ 4 വരി 6 വരി പാതകളൊന്നുമില്ല. നമ്മളുള്ള സ്ഥലത്തൂടെയൊക്കെ തന്നെ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ സിറ്റിയുടെ തിരക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നല്ല ഫ്ലിക്കബിൾ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് സിറ്റി കൂടെ കൊണ്ടുപോകാൻ പറ്റും. ബ്ലോക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് നൈസായിട്ട് കൊണ്ടുപോകാം. ബ്രേക്കിങ് പക്ക. TVS അല്ലെങ്കിലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വെൽ എൻജിനീയർഡാണ്. കിടിലം ബ്രേക്കിങ്ങാണ് TVSൻ്റെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓവർടേക്കൊക്കെ ചെയ്യാൻ നല്ല കോൺഫിഡൻസ്. ചുമ്മാ ഒന്ന് തലോടി വിട്ടാൽ മതി, കണ്ടോ കയറി പൊക്കോളൂ. നമ്മുടെ കണ്ണെത്തുന്നത്ത് മെയ്യെത്തണം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഫ്രണ്ടിൽ പോകുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവന്മാർ കാരണമായിരിക്കും നമ്മൾ ചില ബസ്സിൻ്റെ അടിയിൽ പോകുന്നത്. ആഹാ ഓട്ടോ മാമ, എന്താ ഇത്? ജസ്റ്റ് എസ്കേപ്പിലൊക്കെ ചാടി കയറി പോകാൻ പറ്റും. അതായത് നമ്മുടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സാധനം ചെല്ലും. ഇപ്പോൾ കയറി പോകണം, ഇങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കേണ്ട കാര്യമില്ല. കയറുവോ കയറത്തില്ലയോ ആ ഒരു സാധനം ഉണ്ടല്ലോ, കയറുവോ ഇനി കയറിയില്ലല്ലോ അതൊന്നും വേണ്ട. കയറുന്ന ചിന്തിച്ചാൽ കയറിയിരിക്കും, ചിന്തിച്ചാലല്ല ആ ഒരു മനസ്സോടുകൂടി കൊടുത്താൽ മതി. കാരണം അത്രയും പവറുണ്ട്, നല്ല പവർ ഡെലിവറി ഉള്ള വണ്ടിയാണല്ലോ. എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ കുത്തിക്കയറ്റാൻ പോരുത് കേട്ടോ, നമ്മളൊരു നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിക്കണം. ഈ ഓട്ടോയൊക്കെ പോകുമ്പോഴേ ഇത് ഏത് ദിശയിലോട്ട് തിരിയുമെന്ന് പറയാൻ പറ്റത്തില്ല, അതാണ് ഇതിനകത്തെ പ്രശ്നം. ഈ സാധനം നേരെയാണ് പോകുന്നതിൽ ഇത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം, ചിലപ്പോൾ നിന്നിപ്പോൾ തിരിഞ്ഞ് പുറകോട്ട് വേണമെങ്കിലും വരാം. തേടയിലൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ ഈ ഓവർടേക്കിലൊക്കെ കൈ കൊടുക്കും. തേടയിൽ 4th ലൈൻ കണ്ടോ, എന്നിട്ട് വരെ വണ്ടി ഉണ്ടല്ലേ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് കണ്ടോ. സാധനം കയറി പോകുന്നുണ്ടോ, തനി കുതിര, TVSൻ്റെ കുതിര, പടക്കുതിര. നമ്മൾ വണ്ടി കാണിക്കാൻ കൊണ്ടുവന്ന സ്ഥലമുണ്ടല്ലോ, അത് കഴിഞ്ഞു പോയി, ഇനി തിരിച്ചു പോകാം. ഈ പമ്പിൽ കൂടെ കയറി വട്ടം കറങ്ങി പോവാം. പെട്രോൾ അടിക്കാനല്ല കേട്ടോ, കാശൊന്നുമില്ല, തിരിക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഞാൻ നമ്മുടെ കൂട്ടുകാരനെ കൊണ്ടുപോയി വണ്ടി ഒന്ന് കാണിക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒരു റൗണ്ടും കൂടെ സിറ്റി കൂടെയൊക്കെ ഒന്ന് ഓടിക്കാം. ഓക്കെ, ഗായ്സ്, നമ്മുടെ RTR റൂട്ടിന് നമ്മുടെ കൂട്ടുകാരനൊന്ന് ഓടിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടു, അവൻ മിക്കവാറും ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവന് വണ്ടി അത്യാവശ്യമായിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അവനെ കാണിച്ചു. അപ്പോൾ ഞാൻ ഈ മോഡുണ്ടല്ലോ അർബൻ, ഇപ്പോൾ റെയിന്, സ്പോട്ട്, പിന്നെ നമ്മുടെ ട്രാക്ക്, പിന്നെ അടുത്തത് സൂപ്പർ മോട്ടോയിൽ റിയർ ABS ഓഫ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, അതിപ്പോഴാണ്. സൂപ്പർ മോട്ടോ മോഡിൽ റിയർ ABS ഓഫാണ് കേട്ടോ. റിയർ ABS ഓഫ് എന്നോട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ABS ഒന്നും വർക്കാകത്തില്ല. ഓഡോമീറ്റർ, ടോപ്പ് സ്പീഡ്, ആവറേജ് മൈലേജ്, ലോ ഫ്യൂൽ വാണിംഗ് കാണിക്കുന്നുണ്ട്. സൂപ്പർ മോട്ടോ ഒന്നും ഇടണ്ട, വേറെ വല്ല സാധാ മോഡിലും പോകാം ടൗണിൽ കൂടെ. വണ്ടി അത്യാവശ്യം ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പോർട്ട് മോഡ് ഇടാം, അല്ല വേണ്ട അറബൻ തന്നെ ഇടാം, നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകല്ലേ. എന്താണ് ഈ സൂപ്പർ മോട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നത്? നിന്നെ ആരോടാ ക്ഷണിച്ചത്? അറബൻ മതി ഞങ്ങൾക്ക്, നമ്മൾ അറബികളാന്നൊക്കെ. ലോ ഫ്യൂൽ വണ്ടി 62 ആയിരുന്നു റേഞ്ച് കാണിച്ചിരുന്നു, അതിൻ്റെ അത് എണ്ണ കുറവായിരുന്നു. ഞാൻ പിന്നെ എണ്ണ അടിച്ചായിരുന്നു, പക്ഷെ എന്നിട്ടും അത് മിന്നുകയാണ്. ആ അടിച്ചെണ്ണേൻ്റെ അടിയിൽ കൂടെ പോകാനും അറിയത്തില്ല, വലിയ കാര്യമായിട്ടൊന്നും അടിച്ചില്ല. 100 രൂപയ്ക്ക് അടിച്ചുള്ളൂ. പക്ഷെ 100 രൂപയുടെ അക്രമം നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചു കഴിഞ്ഞു. ഇനി 50 റേഞ്ച് കാണിക്കുന്നുണ്ട്. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്, അതിനിപ്പുറം കൊണ്ട് കൊടുക്കാം. ഈ സിറ്റി റൈഡിൽ വണ്ടി പൊളിയാണ് കേട്ടോ. കണ്ടോ, നൈസായിട്ട് ഭയങ്കര ബാലൻസ് ആട്ടോ. TVSൻ്റെ മിക്ക വണ്ടികൾക്കും അവർ പറയുന്നതാണ് മറ്റേ സ്റ്റെബിലിറ്റി, എന്തോ അതിനെ പറയുന്നത്, ബോഡി ബാലൻസ് ടെക് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. വണ്ടി നല്ല വടി പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഫെയർഡ് വണ്ടികളാണ് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്. ഈ നേക്കഡ് വണ്ടികൾ ഇങ്ങനെ ഒന്ന് പൊളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നേക്കഡ് വണ്ടി ഈ ഫെയർഡ് വണ്ടി ഓടിക്കുന്ന പോലെ നമുക്കുണ്ടോ ഇങ്ങനെ വടി പോലെ നിർത്തിക്കൊണ്ടോ. ഈ ടൗണിൽ എന്തോ പരിപാടി നടക്കുവാണേ, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഈ സിറ്റിയിൽ കൂടെ ബ്ലോക്കിലും തിരക്കിലൊക്കെ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ. ചെറുതായിട്ട് ഹീറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടിയെന്ന്. നമ്മുടെ കാലിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, അതായത് ഈ പാദത്തിൻ്റെ മേളിലായിട്ട് ഈ സൈഡിലുണ്ടല്ലോ, അതായത് ഈ മുട്ടിൻ്റെ താഴെയായിട്ട് അത്ര വലിയ ഹീറ്റൊന്നും. ഞാൻ പിന്നെ ജീൻസാണ് ഇട്ടേക്കുന്നത്, എന്നാലും ഉണ്ട്.
കാരണം സിറ്റി കൂടെ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലൊക്കെ പോകുമ്പോൾ വണ്ടി നന്നായിട്ട് ഹീറ്റാവും. ഇതിലേക്ക് നമ്മളൊന്ന് വന്നതാണ് കേട്ടോ. ഈവനിങ് ആയി, എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയമായല്ലോ, മണ്ടേയും കൂടെ ആണല്ലോ, അതിൻ്റെയാണ്. പിന്നെ പരിപാടികൾ എന്തോ നടക്കുന്നുണ്ട്, അങ്ങനെ മൊത്തം തിരക്കാം. ഇപ്പം നമുക്ക് ഈ വണ്ടി കൊണ്ടുള്ള എല്ലാ ഡ്രൈവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഓഫ് റോഡോ അങ്ങനെയുള്ള കുന്നും മലയൊന്നും കയറാനേ പറ്റാത്തുള്ളൂ. സിറ്റി അതുപോലെ ചെറിയൊരു നമ്മുടെ ബൈപ്പാസ് ഹൈവേ പോലെ അതിലെ കൂടെ ഒന്ന് ടോപ്പ് സ്പീഡൊക്കെ ഒന്ന് കയറുന്ന, ടോപ്പ് അടിച്ചില്ല പക്ഷെ എന്നാലും ഒരു പെർഫോമൻസ് ഒന്ന് നടക്കാൻ പറ്റി. നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയെന്ന് മനസ്സിലായി. പിന്നെയുള്ള സിറ്റി യൂസിൽ ചെറപ്പറന്ന് ഗിയർ മാറേണ്ടതായിട്ടൊന്നും വരുന്നില്ല കാര്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു ഞാൻ പിന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. തേടയിലൊക്കെ പോകും വണ്ടി നൈസായിട്ട്, ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഫ്ലിക്കബിളാണ്, കൈ കൊടുക്കുമ്പോൾ ചാടുവാണ് വണ്ടി. നമ്മളായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ പരിചയമില്ലാത്തൊരു പെട്ടെന്ന് എടുക്കുമ്പോൾ ഇപ്പോൾ ആർബലിലാണെങ്കിൽ പോലും കണ്ടോ, ഇതൊരു ചാട്ടം കണ്ടോ. ഈ ചാട്ടത്തിലാണ് പില്യൻ താഴെ പോകുന്നത്. പില്യന് എന്തായാലും നല്ല രീതിയിൽ അത് അനുഭവിക്കാം. ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ പുറകെ ഇരുന്ന്, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓടിച്ച് നോക്കിയില്ല. അപ്പോൾ അന്നേരം അവൻ അറബലിലാണേലും റെയിലാണേലും ഏത് മോഡിലിട്ട് എടുക്കുമ്പോഴും ഞാൻ പുറകോട്ട് ഇങ്ങനെ തെറിച്ച് പോവുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തേടിക്കലുണ്ടോ, ഇങ്ങനെ എടുത്താൽ മതി. പുറകോട്ട് കൂടുന്നു, അവനിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലോക്കൊക്കെ കടന്ന് ഒരു കാര്യത്തിൽ നമ്മുടെ ബൈപ്പാസ് വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ഗംഭീര മഴ ഈസ് കമ്മിങ്. അതിനിപ്പുറം നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടീനെ ഏൽപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല്. എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് സ്നേഹം മാത്രം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, സിറ്റി യൂസിന് നൈസാണ്, ടൂറിങ്ങിന് നൈസാണ്, ആസ് എ റൈഡർ നല്ല കംഫർട്ട് തരുന്നുണ്ട്, ബ്രേക്കിംഗ് പക്ക കോൺഫിഡൻസ് ആണ്. വണ്ടി പലരും മാറി റെഫ്യൂസ് ചെയ്ത വണ്ടിയാണ്, എന്നിട്ട് പോലും വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഒരു സ്മൂത്തർ ഫീലാണ്. കമ്പയർ ടു RR നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലൈറ്റർ ഇതാണ്, കുറച്ചുകൂടെ സിമ്പിളാണ്. ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരു ഫീലിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. RR ഓടിക്കുമ്പോൾ ഒരു ഹെവി വണ്ടിയുടെ ഒരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ പവർ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൂപ്പർ മോട്ടോ അഴിച്ചിട്ടുണ്ട്. ആ ഒരു പീക്ക് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി നമ്മളെ കൊണ്ട് പോകുന്ന ഫീലും ഫ്രണ്ട് പൊങ്ങി പവർ വീല് ഫീലും അതൊക്കെ കിട്ടുന്നുണ്ട്. പവറും ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. 25 ആണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. റെഫ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, പതുക്കെ പോകുന്ന വണ്ടിയൊന്നുമല്ല. ടോപ്പ് സ്പീഡൊക്കെ 164 ആരോ ഇതിൽ അടിച്ചിട്ടുണ്ട്. ഓവറോൾ മൊത്തത്തിൽ ഈ വണ്ടി പൊളിയാണ്, വാല്യൂ ഫോർ മണിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അവലോകനം. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.